നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് പിന്നീട് യമനിൽ നിന്നുള്ള ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ഏറ്റെടുക്കുന്നത്. അവർ അതിന് സ്വീകരിച്ച മാർഗം വളരെ വ്യത്യസ്തമായിരുന്നു. ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ ആക്രമിക്കാനായിരുന്നു ഹൂതി വിമതർ തുടക്കമിട്ടിരുന്നത്. ഇവരെ നേരിടുന്നതിന് വേണ്ടി അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ യമനിൽ ശക്തമായ തിരിച്ചടി അവർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇറാന്റെ യുദ്ധക്കപ്പൽ ചെങ്കടലിലേക്ക് എത്തുകയും ചെയ്തു. ഇതോടുകൂടി ചെങ്കടൽ വഴിയുള്ള എണ്ണ ചരക്ക് കടത്ത് പ്രമുഖ കമ്പനികളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിന് ഒപ്പം തന്നെ ഖത്തർ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിരിക്കുന്നു. ചെങ്കടൽ വഴിയുള്ള പ്രകൃതിവാതക കയറ്റുമതി നിർത്തിവെക്കാനാണ് ഖത്തർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഹൂതികൾ ഏത് സമയത്തും തിരിച്ചടിച്ചേക്കാം എന്നുള്ള ഒരു സാഹചര്യം ചെങ്കടലിലുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഖത്തറിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാവുന്നത്. എന്തായാലും ഹൂതികളുമായി നയതന്ത്ര ചർച്ചകളിലൂടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണം എന്ന ഒരു നയം, ആ ഒരു നിലപാട് തന്നെയാണ് ഖത്തർ വീണ്ടും ആവർത്തിക്കുന്നത്. യൂറോപ്പ് വൈദ്യുതി ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് റഷ്യയുടെ പ്രകൃതിവാതകത്തെയാണ്. യുക്രൈനിലെ യുദ്ധ പശ്ചാത്തലത്തെ തുടർന്ന് പിന്നീട് റഷ്യയിൽ നിന്നും വാതകം ഇറക്കുന്നത് യൂറോപ്പ് നിർത്തുകയും ചെയ്തിരുന്നു. പകരം വലിയ തോതിൽ ഖത്തറിൽ നിന്നായിരുന്നു ഇറക്കുമതി നടത്തിക്കൊണ്ടിരുന്നത്. ലോകത്തെ രണ്ടാമത്തെ പ്രകൃതിവാതക ശക്തിയാണ് ഖത്തർ എന്ന കാര്യം ഓർമ്മിക്കുക. ചെങ്കടൽ വഴി പ്രകൃതിവാതകം എത്തിക്കുന്നത് ഖത്തർ നിർത്തുമ്പോൾ അത് ഏറ്റവും പ്രധാനമായി ബാധിക്കാൻ പോകുന്നത് യൂറോപ്പിനെ തന്നെയാണ്. മാസത്തിൽ 40 LNG ചരക്ക് കപ്പലുകൾ ചെങ്കടലിലൂടെ കടന്നു പോകാറുണ്ട്. ഖത്തർ ചെങ്കടൽ പാതയിലൂടെയുള്ള യാത്ര നിർത്തിയതോടെ ആശങ്കയിലായ റഷ്യയും വാതക കടത്ത് ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും ബാബുൽ മന്ദിബ് വഴി ചെങ്കടലിൽ പ്രവേശിക്കുന്ന ചരക്ക് കപ്പലുകൾ സൂയസ് കനാൽ വഴിയാണ് മെഡിറ്ററേനിയൻ കടലിലേക്കും പിന്നീട് അവിടെ നിന്നും യൂറോപ്പിലേക്കും പോകുന്നത്. ഈ വഴി അടഞ്ഞതോടുകൂടി ആഫ്രിക്ക വഴിയായിരിക്കും വളഞ്ഞു പോകേണ്ടി വരുന്നത് ഈ ചരക്ക് കപ്പലുകൾക്ക്. ഇത് 12 ദിവസം അധികമായി യാത്ര ചെയ്താൽ മാത്രമേ സാധിക്കൂ. പനാമ കടലിൽ വെള്ളം കുറഞ്ഞതിനാൽ അതുവഴിയുള്ള ചരക്ക് കടത്തും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ പെട്ടെന്നുള്ള ഈ ഒരു തീരുമാനം, തങ്ങൾ പ്രകൃതിവാതകം ഇപ്പോൾ വിപണനം ചെയ്യുന്നില്ല അല്ലെങ്കിൽ കയറ്റി അയക്കുന്നില്ല എന്നുള്ള ഖത്തറിന്റെ ആ ഒരു തീരുമാനം തീർച്ചയായും യൂറോപ്യൻ രാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ തള്ളിവിടും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇത് ഹൂതികളുമായുള്ള വലിയ ആക്രമണത്തിന് ഖത്തർ നൽകുന്ന ഒരു മറുപടിയാണോ എന്നുകൂടി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.